ഇവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നിനു മാത്രമേ ആയുസ്സുണ്ടാവൂ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ, അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകാൻ. അയ്യോ അമ്മേ, എല്ലാരും പിടിക്കേ അമ്മേ. പൂജ മാഡത്തിന്റെ ഹസ്ബൻഡ് അല്ലേ? അതെ. ദാ ഇവിടുന്ന് സൈൻ ചെയ്തേക്ക്. സിസ്റ്റർ, എൻ്റെ വൈഫിന് എങ്ങനെയുണ്ട്? എല്ലാം ഡോക്ടർ പറയും. ഹലോ അളിയ. അളിയ, എടാ നീ ഇതെവിടെ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ. ആമിക്ക് എങ്ങനെയുണ്ട്? അത് പിന്നെ അളിയ. എന്താടാ, എന്താ പ്രശ്നം? അത് പൂജയും ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കാം. പൂജ? എന്താടാ പൂജയ്ക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല അളിയ, അവൾക്ക് പെട്ടെന്നൊരു മേലായ്മ. അളിയൻ ടെൻഷൻ ആവണ്ട. അവിടെ ആമി ചേച്ചിയുടെ അടുത്ത് മുത്തശ്ശിയും ഗോമതേച്ചിയൊക്കെ ഉണ്ട്. എടാ, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളില്ല. നീ വിചാരിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആ കാര്യങ്ങൾ. ആമി നിങ്ങൾ ആരും വിചാരിക്കുന്ന കണ്ടീഷനിലല്ല. എന്ത് പറ്റി അളിയ? ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവള് ജീവനോട് ഉണ്ടാവില്ല. അളിയൻ എന്തൊക്കെയാ പറയുന്നേ? അതേടാ, ഞാനിതുവരെ നിങ്ങളെ നല്ല മറച്ചു വെച്ച ചില സത്യങ്ങൾ. ആമയും പലപ്പോഴും പെരുമാറുന്നത് ഒരു മനോരോഗിയെ പോലെയായിരുന്നു. ഇവിടെ പ്രഗ്നൻസിയുടെ പിരിമുറുക്കങ്ങളായിരിക്കുന്ന ഞാൻ ആദ്യമൊക്കെ കരുതി. പക്ഷെ ഓരോ ദിവസം അവളുടെ പെരുമാറ്റം എൻ്റെ കണക്കൂട്ടലുകൾക്ക് അപ്പുറം വളർന്നു. നിനക്കറിയോ, ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര കാലമായിന്ന്. 8 വർഷം കാത്തിരുന്ന് ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞായത്. അങ്ങനെയുള്ളപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആമി ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എടാ, നിനക്കറിയോ, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവൾ എങ്ങനെ പെരുമാറുന്നതെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ല. അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത് ആ ഒരു കുഞ്ഞെന്ന സ്വപ്നം മാത്രമാണ്. നിനക്കറിയോ, ഡിപ്രഷൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൾ 1-2 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തി. എന്തൊക്കെയാ പറയുന്നേ? അതേടാ, ഇന്നോളെ ആരെ അറിയിക്കാതെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളാ. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കുപൊട്ടി ചത്തുപോടാ. കണ്ണിലെ
കൃഷ്ണമണിയേക്കാൾ സൂക്ഷ്മതയോടെ കഴിഞ്ഞ കുറച്ചാലായി ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത്. അവളുടെ എല്ലാ കോമാളിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതും മനഃപൂർവ്വ. അവിടുത്തെ പോലെ ഇവിടെയും കളിച്ച് ഞാനെന്തിനെ പൊട്ടനാകുന്നതെന്ന് നീ പോലും ചോദിച്ചില്ലേ? കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ആമി വീണു പോകുന്നത് കാണാൻ കരുത്തില്ലാത്തതുകൊണ്ടാ അവളുടെ വിരൽത്തുമ്പിലെ പാവയെ പോലെ നിന്നു കൊടുത്തത്. എന്തിനാ? എന്റെ ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലും അവള് വാങ്ങിത്തന്ന സമ്മാനമല്ലേ? ഇതൊന്നല്ല, കഴിഞ്ഞ 6-7 മാസം ഞാൻ കെട്ടിയാടിയ വിഡ്ഢിവേഷങ്ങളൊക്കെയും അവക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നു. ഏത് നിമിഷം പൊട്ടിപ്പോകുന്നൊരു കണ്ണാടിത്തുണ്ട നിന്റെ പെങ്ങളുടെ മനസ്സ്. ഇപ്പൊ ഈ കുഞ്ഞിന്റെ വരവ് മാത്രമാ അവളെ തിരിച്ചു പിടിക്കാനുള്ള എന്റെ ഏക പ്രതീക്ഷ. ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞത്. ആർക്കും പിടിതരാത്ത ആമയുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങളുടെ കുഞ്ഞിനെ കഴിയുള്ളൂന്ന്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ആമിയെ ഏതവസ്ഥയിലെ കിട്ടുകയെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. ആദി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? അളിയ പറ. എടാ, എന്റെ മനസ്സിപ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെയാ. ഉള്ളിലാകെ ഒരു പുകച്ചില്ല. അളിയ വിഷമിക്കണ്ട, ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അവക്കെന്തെങ്കിലും പറ്റിയ പിന്നെ ഞാനും ഉണ്ടാവില്ല. അളിയൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞങ്ങൾക്കൊക്കെ ധൈര്യം തരേണ്ടത് അളിയനല്ലേ? തകർന്നു പോയടാ, എന്റെ മനസ്സാകെ തകർന്നു പോയി. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രിച്ചേ പറ്റൂ. അളിയനറിയാലോ, ഞാനിവിടെ നിൽക്കുന്നത് അതിലും വലിയ തീ ചവിട്ടിട്ടാ. ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പൂജ ഉണ്ടാവില്ലെന്ന് അവള് പറഞ്ഞേക്കുന്നത്. മോനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാനസികാവസ്ഥ. അളിയൻ സ്വാർത്ഥനാണെന്നും ഓ വിചാരിക്കല്ലേ. എടാ, എനിക്ക് പറഞ്ഞേൽപ്പിക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ടാ. ആദി, അളിയൻ ആമയും കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തരണേടാ. അളിയ, എന്താ അളിയ അത്? അളിയൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ തുടങ്ങിയാലോ? എടാ, ഞാൻ പിന്നെ എന്താ വേണ്ടത്? എടാ, ഞാൻ ആകെ കൈവിട്ട് നിൽക്കുക. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവിടെ വരെ ഞാനെങ്ങനെ ഓടിയെത്തുന്ന പോലെ എനിക്കറിയില്ല. എന്റെ ആമി, അവളെനിക്ക് വേണം മോനെ. ആത്മജിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ. ഒന്ന് വരുമോ? അളിയ, ഞാൻ വിളിക്കാവേ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ ഹലോ ആദി, ഹലോ.